ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹിന്ദി പ്രസമിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഹിന്ദി പെഡഗോജിയുടെ കുറച്ച് നോട്ട്സുമായാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഭാഷായി കൗശലിനെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആദ്യം ഇതിൻ്റെ നോട്ട് നോക്കിയിട്ട് മുൻകാല പരീക്ഷകളിൽ ഇതിനെക്കുറിച്ചിട്ട് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ നോട്ട് ഒന്ന് നോക്കി നന്നായി പഠിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസറിന് മുമ്പുള്ളത് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ, എളുപ്പമാണോ എന്നൊക്കെ നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. भाषा सीखने के प्रमुख अंग एवं उनका विश्लेषण. भाषा सीखने के प्रमुख अंग एवं उनका विश्लेषण. भाषा के दो रूप है മൗഖിക് और ലിഖിത്. അപ്പോൾ രണ്ട് രൂപങ്ങളാണ് ലാംഗ്വേജിനുള്ളത്. ഒന്ന് മൗഖിക്, ഒന്ന് ലിഖിത്. ഒന്ന് എഴുത്ത് രൂപവും ഒന്ന് നമ്മൾ മൗഖികമായിട്ട് നമ്മുടെ സംസാരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രൂപവുമാണ്. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. मौखिक दो प्रकार के होते हैं, सुनना और बोलना. നമ്മുടെ മുഖവുമായി ബന്ധപ്പെട്ട് ഒന്ന് സുനനയാണ് മൗഖിക്കിൻ്റെ ഒരു രൂപം, രണ്ടാമത്തെ ബോൽന. ലിഖിതിൻ്റെ രണ്ട് രൂപമാണ് പഠന ഔർ ലിഖന. അപ്പോൾ വായിക്കുന്നതും എഴുതുന്നതും ലിഖിത് രൂപത്തിൽ പെടുന്നു. മൗഖിക രൂപത്തിൽ പെടുന്നതാണ് സുനന ഔർ ബോൽന. ഇത് മാറിപ്പോകരുത്. ഭാഷ सीखने का स्वाभाविक तथा മനോവൈജ്ഞാനിക ക്രമം. അപ്പോൾ ഇതിനൊരു ക്രമമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു കുട്ടിയായിരിക്കുമ്പോൾ അതെങ്ങനെയാണ് എന്ന് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മളത് കേൾക്കും, ആ ലാംഗ്വേജ് കേൾക്കും, അത് കഴിഞ്ഞ് പറയാൻ പഠിക്കും, അത് കഴിഞ്ഞിട്ട് വായിക്കാൻ പഠിക്കും, പിന്നെ എഴുതാൻ പഠിക്കും. അതാണ് അതിൻ്റെ ശരിയായ ക്രമം. അപ്പോൾ ഇതിൻ്റെ ശരിയായ ക്രമം എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സുനന, ബോൽന, പഠന, ലിഖന, ഇതാണ് അതിൻ്റെ 4 ശരിയായ ക്രമം. इन चारों अंगों का विकास करना ഭാഷാ ശിക്ഷൺ കാ പ്രമുഖ ഉദ്ദേശ്യം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ വിജയിക്കുകയാണ്. അതിനകത്ത് വികാസം, ഇതിൻ്റെയൊക്കെ വികാസമാണ് നമ്മുടെ ഭാഷാ ശിക്ഷൻ്റെ പ്രമുഖമായ ഉദ്ദേശ്യം. അപ്പോൾ 2 ക്വസ്റ്റിൻ്റെ ഉത്തരമാണ്. ഭാഷ സീഖനേക്കാ സ്വാഭാവിക് തഥാ മനോവൈജ്ഞാനിക് ക്രമ എന്ന് ചോദിച്ചാലും ഭാഷാ ശിക്ഷൺ കാ പ്രമുഖ ഉദ്ദേശ്യ ക്യാ ഹെ എന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം ഈ 4 സുനന, ബോൽന, പഠന ഔർ ലിഖന. ഇനി അതിനകത്ത് ഒന്നാമത്തെ സുനനുമായി ബന്ധപ്പെട്ട നമ്മുടെ കൗശല്യ വികാസമാണ്. അതായത് ശ്രവൺ കൗശൽ, അതുമായി ബന്ധപ്പെട്ട കൗശലാണ് ശ്രവൺ കൗശൽ. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ശ്രവൺ കൗശൽ. ഭാഷാ സീഖനേക്കാ പ്രഥം ചരൺ ഹെ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശ്രവണാണ്, അതായത് സുനനയാണ്. ശ്രവൺ കൗശൽ കാ സംബന്ധ കാൻ സേ ഹെ. അപ്പോൾ അതുപോലെ അതിൻ്റെ ബന്ധം ചെവിയുമായിട്ടാണ്. ഇനി ഒരു ഡെഫിനേഷനായിട്ട് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. किसी व्यक्ति के द्वारा प्रयुक्त वाक्यों, शब्दों, ध्वनियों एवं विचारों को कानों के द्वारा सुनकर उनका अर्थ ग्रहण करने की क्रिया ശ്രവൺ കഹി ജാതി ഹെ. അപ്പോൾ ഒരു വ്യക്തി പറയുന്ന വാക്കോ ശബ്ദങ്ങളോ ധ്വനിയോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചെവിയിലൂടെ നമ്മൾ കേട്ട് അർത്ഥഗ്രഹൺ കർണ, വെറുതെ കേൾക്കുന്നൊരു സൗണ്ട് കേൾക്കുന്നത് മാത്രമല്ല സുനന, ശ്രവൺ എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മൾ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കൂടി കഴിയണം. ദൂസരെ ശബ്ദോമേ സുനനെ के अभ्यास को ശ്രവൺ കൗശൽ കഹാ ജാത്ത ഹെ. ശ്രവൺ കൗശൽ എന്ന് പറഞ്ഞാൽ സുന്നതിൻ്റെ കേൾക്കുന്നതിൻ്റെ അഭ്യാസമാണ് ശ്രവൺ കൗശൽ. അപ്പോൾ ആ അർത്ഥഗ്രഹണം എന്നുള്ളത് ഒന്ന് നോക്കി വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രവൺ കൗശൽ കി വിധിയ. അപ്പം നമ്മുടെ ക്ലാസ്സുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് എന്തൊക്കെ വിധികളാണ് നമ്മൾ ശ്രവൺ കൗശൽ വർദ്ധിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു 2 അല്ലെങ്കിൽ 3 തന്നിട്ട് ഒരെണ്ണം ഇതല്ലാത്തത് തന്നിട്ട് ഇതിനകത്ത് അല്ലാത്തത് ഏതാണെന്നോ അല്ലെങ്കിൽ ഒരെണ്ണം ഉള്ളത് തന്നിട്ട് ഏതാണ് ഇതിനകത്ത് ശരിയായ ഉത്തരം എന്നൊക്കെ സഹി ഉത്തർ ചുൻകർ ലിഖി എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കൗശലിൻ്റെ വിധികളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. പല പ്രശ്നോത്തർ, ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്. പ്രശ്നോത്തരം എന്ന് വെച്ചാൽ കുട്ടികളോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ അവൾക്ക് അത് കേട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ, ഒരു ഉത്തരം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അവർക്കത് കേട്ട് അർത്ഥഗ്രഹണത്തിനുള്ള കഴിവ് കിട്ടിയെന്ന്. നെക്സ്റ്റ് സസ്സുർ വാചൻ, നല്ല സ്വരത്തോടു കൂടിയുള്ള വായിക്കുക. നെക്സ്റ്റ് ഭാഷൺ, സ്പീച്ച്. കഹാനി സുന്ന,
ശ്രുതലേഖ് ഡിക്റ്റേഷൻ. അപ്പോൾ ആ ശ്രുതലേഖിൻ്റെ ഇംഗ്ലീഷ് വേർഡ് നിങ്ങളൊന്ന് നോക്കി വെക്കണം, ചിലപ്പോൾ ചോദിക്കാൻ വഴിയുണ്ട്. ശ്രുതലേഖ എന്ന് വെച്ചാൽ ഡിക്റ്റേഷൻ. വാദവിവാദ് വെച്ചാൽ ഡിസ്കഷൻ, ക്ലാസ്സിൽ ഡിസ്കഷൻ നടത്തുക. അപ്പോൾ കുട്ടികൾക്ക് അവർ ഉത്തരം പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാം അവരുടെ ശ്രവൺ കൗശൽ വികസിക്കുന്നുണ്ട് എന്ന്. നെക്സ്റ്റ് ദൃശ്യ ശ്രവ്യ സഹായക് സാമഗ്രി കാ പ്രയോഗ്. അപ്പോൾ കണ്ടും കേട്ടുമാണ് കുട്ടികൾ ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാമഗ്രികൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം. ഉദാഹരണം ഗ്രാമഫോൺ, റേഡിയോ, ചലച്ചിത്ര, ദൂരദർശൻ. ഇതെല്ലാം ഇതിനെ വർദ്ധിപ്പിക്കുന്ന സഹായ ഘടകങ്ങളാണ്. നെക്സ്റ്റ് ഭാഷൺ കൗശൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ ബോൽനയിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? ഭാഷാ കൗശൽക്ക് പെഹ്ലാ ചരൺ നമ്മൾ സുന്ന പറഞ്ഞു, ദൂസരാ ചരൺ ഏതാന്ന് ചോദിച്ചാൽ അത് ബോൽനയാണ്. जब व्यक्ति ध्वनियों के माध्यम से मुख के अवयवों की सहायता उच्चरित भाषा का प्रयोग करते हुए अपने विचारों को प्रकट करता है, उसे मौखिक अभिव्यक्ति कहा जाता है. അപ്പോൾ നമ്മൾ ധ്വനിയുടെ സഹായത്തോടു കൂടി നമ്മുടെ വിചാരങ്ങൾ ഒരു ഉച്ചരിക്കപ്പെടുന്ന ഭാഷയിലൂടെ നമ്മൾ വ്യക്തമാക്കുന്നതിനെയാണ് മൗഖിക് അഭിവ്യക്തി എന്ന് പറയുന്നത്. മൗഖിക് അഭിവ്യക്തിക്ക് വിശേഷതായി. അപ്പോൾ അതിൻ്റെ വിശേഷതകൾ ഒന്ന് നോക്കി വെക്കണം, കാരണം ഈ പോയിന്റ് തന്നിട്ട് ഇതിനകത്ത് ഏതാ ഉള്ളത് എന്നോ ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒന്നാമത്തേത് സ്പഷ്ടത. मौखिक अभिव्यक्ति में स्पष्टता होनी चाहिए. बात को घुमा फिरा कर नहीं करना चाहिए, पर साफ साफ कहना चाहिए. അപ്പോൾ നമ്മൾ എന്ത് കാര്യമാണ് പറയുന്നത് ക്ലാസ്സിൽ കുട്ടികളോട് അതിനെ തിരിച്ചു മറിച്ചൊന്നും നമ്മൾ കുട്ടികളോട് പറയരുത്. അപ്പോൾ അത് അവരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് നേരെ ഉള്ള രീതിയിൽ അവരോട് പറയണം. നെക്സ്റ്റ് സ്വാഭാവികത. തേർഡ് വൺ മധുരത. ഫോർത്ത് ബോധഗമ്യത. ബോധഗമ്യത എന്ന് വെച്ചാൽ കഠിൻ ഭാഷാ കാ പ്രയോഗ വാർത്താലാപമേ നഹി കർണ ചാഹി. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സരളമായ ലാംഗ്വേജിൻ്റെ വേണം സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള കഠിനമായ ഭാഷ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ല ക്ലാസ്സിൽ. അതാണ് ബോധഗമ്യത. ശുദ്ധത മാനെ ശുദ്ധോച്ചാരൺ. अवसरानुकूल माने विभिन्न अवसर जैसे हर्ष, उल्लास, शोक, दुख, दया आदि भावों के अनुकूल ही उचित भावों की अभिव्यक्ति करनी चाहिए. അതായത് നമ്മൾ ഒരു വ്യക്തിയുടെ അയാൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, അയാൾ സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ, ചിലപ്പോൾ ഒരു മരണ വീടായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് നോക്കി അവസരത്തിന് അനുകൂലമായിട്ട് പെരുമാറാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പ്രവാഹികത. एट्थ वन शिष्टता माने शिष्टाचार या लोकाचार के विरुद्ध कुछ भी नहीं बोलना चाहिए. നമ്മൾ പറയാറില്ല ചില വാക്കുകൾ ചീത്ത വാക്കാണ്, തെറ്റാണ്, അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള അറിവൊക്കെ ഉണ്ടായിരിക്കണം. അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ എല്ലാമാണ് നമ്മുടെ മൗഖിക് അഭിവ്യക്തിക്ക് വിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ 8 പോയിന്റാണ് നമ്മൾ നോക്കിയത്. ഇനി നെക്സ്റ്റ് ഭാഷൺ കൗശൽ കി ശിഷ്യൻ വിധിയ. അപ്പോൾ ഭാഷയുടെയും മൗഖിക അഭിവ്യക്തിയുടെയും ശിഷ്യൻ വിധികളെല്ലാം ഏകദേശം മൗഖിക അഭിവ്യക്തിയല്ല, ശ്രവൺ കൗശൽ. ഭാഷൺ കൗശലിൻ്റെയും ശ്രവൺ കൗശലിൻ്റെയും ഏകദേശം വിധികളെല്ലാം ഒരുപോലെയാണ്. 1-2 ആണ് ചെറിയ വ്യത്യാസമുള്ളൂ, കാരണം രണ്ടും റിലേറ്റഡ് ആണല്ലോ. പ്രശ്നോത്തർ നമ്മൾ ആദ്യം പറഞ്ഞതാണ്. വാർത്താലാപ് എന്ന് വെച്ചാൽ സംസാരിക്കുക. അപ്പോൾ സംസാരിച്ച് നമ്മൾ ക്ലാസ്സിൽ അവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് കൂടുതൽ അങ്ങനെ സംസാരിച്ച് കുട്ടികൾ ഭാഷ അത് സംസാരിക്കാൻ പഠിക്കും. സസ്വർവാചൻ ഉച്ചത്തിൽ വായിക്കുക. വാദവിവാദ്, ഭാഷൻ, ചിത്രവർണ്ണൻ എന്ന് വെച്ചാൽ ഒരു ചിത്രമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതിനെക്കുറിച്ചിട്ട് കുട്ടികളോട് വർണ്ണിക്കാൻ പറഞ്ഞ് അതാണ് ചിത്രവർണ്ണൻ വിധി. കഹാനി സുനാന വ സുന്ന, കഹാനി കേൾപ്പിച്ചു കേൾക്കുകയോ ഉള്ള അവസരം കൊടുക്കുക. കവിതകളൊക്കെ അവർക്ക് കേൾപ്പിച്ച് കൊടുക്കാനുള്ള അവസരം കൊടുക്കുക, പഠിപ്പിക്കുക. അപ്പോൾ അവർക്കത് അത് വായിക്കാനും അല്ലെങ്കിൽ അത് മറ്റുള്ളവരോട് അഭിവ്യക്തി ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കും. സത്സംഗ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. സത്സംഗ് എന്ന് വെച്ചാൽ നല്ല മനുഷ്യരുമായിട്ടുള്ള ഇടപെടാനുള്ള അവസരമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക. सामान्य भाषा में लिखे हुए या छपे हुए शब्दों का उच्चारण करना वाचन कहलाता है. നെക്സ്റ്റ് വാചൻ എന്ന് വെച്ചാൽ അപ്പോൾ മൂന്നാമത്തെ ചരണമാണ് ഇനി പറയുന്നത്. സാമാന്യ ഭാഷ
മേ ലിഖേ ഹുയി യാ ചബേ ഹുയി, അച്ചടിച്ചതോ എഴുതിയതോ ആയ ശബ്ദത്തിന് ഉച്ചരിക്കുന്നത്. അപ്പം നോക്കി അതിനെ ഉച്ചരിക്കുന്നതിനെ നമ്മൾ വാചൻ എന്ന് പറയുന്നത്. वाजन के रूप, वाजन 2 प्रकार के होते हैं, सस्वर वाजन और मौन वाजन. ഇതൊന്ന് നോക്കി വെക്കണം. വാചൻ 2 प्रकार के होते हैं, सस्वर वाजन और मौन वाजन. സസ്വർ വാചൻ സ്വരസഹിത വാചനാണ് സസ്വർ വാചൻ. അത് നമ്മൾ സ്വരത്തോടു കൂടി ഉച്ചത്തിൽ വായിക്കുന്നതിനെയാണ്. വാചന്റെ മറ്റൊരു വേടാട്ടോ പഠൻ. അപ്പോൾ സ്വർ സഹിത വാചൻ യാ പഠൻ കോ സസ്വർ വാചൻ कहते हैं. നല്ല സ്വരത്തോടു കൂടി നമ്മൾ വായിക്കുന്നതിനാണ് സസ്വർ വാചൻ പറയുന്നത്. സസ്വർ വാചൻ കെ ഭേദ്, സസ്വർ വാചൻ കെ ഭേദ് വ്യക്തിഗത വാചൻ और സാമൂഹിക് വാചൻ. സാമൂഹിക് വാചന്റെ മറ്റൊരു പേരാണ് സമവേദ വാചൻ. സസ്വർ വാചന്റെ 2 ഭേദങ്ങളാണ്. സസ്വർ വാചൻ की വിശേഷത, വ്യക്തിഗത വാചൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഒരു വ്യക്തി തനിയെ വായിക്കുന്നത്, ഉച്ചത്തിൽ വായിക്കുന്നത്. സാമൂഹിക് വാചൻ അല്ലെങ്കിൽ സമവേദ വാചൻ എന്ന് വെച്ചാൽ ഒന്നിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ബെഞ്ചിലെ കുട്ടികളെയോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളെയോ ഒന്നിച്ച് വായിപ്പിക്കുന്നതിനാണ് നമ്മൾ സാമൂഹിക് വാചൻ എന്ന് പറയുന്നത്. സസ്വർ വാചൻ की വിശേഷതായെ, അപ്പോൾ സസ്വർ വാചൻ की വിശേഷതായെ ശുദ്ധ ഉച്ചാരൺ, ഉചിത ധ്വനി നിർഗം, അതായത് നമ്മുടെ വർണ്ണങ്ങളുടെയൊക്കെ ശരിയായ ഉച്ചാരണം ഉണ്ടായിരിക്കും. തേർഡ് വൺ ബലാഘാത് ഏവം വിരാമ. ബലാഘാത് വെച്ചാൽ എവിടെയാണോ കുത്ത് വേണ്ടത്, എവിടെയാണോ കൊമഡ് വായിക്കുമ്പോൾ ആ ട്യൂണിനനുസരിച്ച് കുട്ടികൾ വായിക്കാൻ പഠിക്കണം. നെക്സ്റ്റ് സ്വര മാധുര്യ. 5 ഉചിത് ഗതി. ഉചിത് ഗതി മാനെ സസ്വർ വാചൻ മേ അധിക തീവ്ര വ അധിക മന്ദ ഗതി നഹി ഹോനി ചെയ്യും. അപ്പോൾ ഒരുപാട് സ്പീഡിലും ഒരുപാട് പതുക്കിയും വായിക്കാൻ പാടില്ല, അതിൻ്റെ ഇടയിലായിരിക്കണം നല്ല അവരുടെ വായന. സ്വാഭാവികത, ഉചിത് ഹാവ് ഭാവ്, ഉചിത് വാചൻ മുദ്ര. വാചൻ മുദ്ര എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമ്മളോട് പറയുന്നില്ലേ നേരത്തെ, നമ്മുടെ നട്ടെല്ലൊക്കെ നിവർന്നിരുന്ന് വായിക്കണം, ഇത്ര മീറ്റർ പുസ്തകമായിട്ട് അകലം വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. നെക്സ്റ്റ് മൗനവാചൻ. മൗനവാചൻ എന്ന് വെച്ചാൽ നമുക്കറിയാം മൗനമായി വായിക്കുന്നത്. അതിൻ്റെ ഡെഫിനേഷനായിട്ട് നോക്കുമ്പോൾ നോക്കാം. മൗനവാചൻ का अर्थ लिखित सामग्री को मन ही मन बिना आवाज किए अर्थग्रहण करने की क्रिया को മൗനവാചൻ कहा जाता है. അപ്പോൾ മനസ്സിൽ തന്നെ ശബ്ദമില്ലാതെ വായിച്ച് അർത്ഥം മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ മൗനവാചൻ എന്ന് പറയുന്നത്. മൗനവാചൻ മേ ഓണ്ട് നഹി ഹിൽനെ ചാഹി और मुँह के दांत नहीं दिखाई नहीं देना चाहिए. അപ്പോൾ ചുണ്ട് ഒരിക്കലും ഇളകരുത്, അതുകൂടാതെ നമ്മുടെ പല്ല് പുറത്ത് കാണാൻ പറ്റും. മൗനവാചൻ്റെ 2 നിയമങ്ങളാണ് അത്. मौनवाचन के भेद. मौन पठन के उद्देश्य तथा गति के आधार पर उसके 2 भेद किए जाते हैं, गहन യാ ഗംഭീർ വാചൻ, ദ്രുത് വാചൻ. അപ്പോൾ 2 രീതിയിലാണ് മൗനവാചനുള്ളത്, ഗഹൻ യാ ഗംഭീർ വാചനും ദ്രുത് വാചൻ. ഇത് ഞാൻ കുറച്ച് സ്പീഡിലായിട്ട് പോകുന്നത്, കാരണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ കോഴ്സൊക്കെ കഴിഞ്ഞെങ്കിൽ ആ നോട്ടൊന്നും നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല. അതുകൊണ്ട് മാത്രം ഇതൊന്ന് പറഞ്ഞു പോകുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കുറച്ച് വേഗം പോവുകയാണ്. നെക്സ്റ്റ് ഗഹൻ വാചൻ. ഗഹൻ വാചൻ എന്ന് പറഞ്ഞാൽ ഗഹൻ അധ്യയൻ में बालक पाठ्य वस्तु की तह तक पहुंचता है. गहन वाचन से बालक की चिंतन शक्ति, मनन शक्ति, कल्पना शक्ति तथा अर्थ ग्रहण करने की शक्ति का विकास होता है. അപ്പോൾ നല്ല ആഴത്തിലുള്ള വായന ആണ് ഗഹൻ വാചൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് അതിൻ്റെ എന്താണ് പാഠ്യവസ്തു അതിൻ്റെ ഉള്ളിലേക്ക് അടിത്തട്ടിൽ വരെ എത്താൻ കുട്ടിക്ക് കഴിയും. അതിലൂടെ എന്തെങ്കിലും ചിന്തൻ ശക്തി, മനൻ ശക്തി, കൽപ്പനാ ശക്തി, അർത്ഥഗ്രഹൺ ഇതെല്ലാം വികാസം ഉണ്ടാകുന്നു ഗഹൻ വാചനിലൂടെ. ദ്രുത് വാചൻ. ദ്രുത വാചൻ इसमें പാഠ്യ സാമഗ്രി को शीघ्रता से पढ़ना होता है. അപ്പം നമ്മളുടെ ഈ മൗനവാചൻ്റെ ഒരു ഗുണം തന്നെയാണ്, അതിലൂടെ ഉണ്ടാകുന്ന ഒരു വികാസമാണ് കുട്ടികൾ നല്ല സ്പീഡിൽ വായിക്കാൻ കഴിയുന്നു. സ്പീഡിൽ വായിക്കാനുള്ള കഴിവ് വികസിപ്പിക്കാനുള്ള ഒരു പ്രധാന കാര്യമാണ് മൗനവാചൻ. അപ്പോൾ ദ്രുതവാചൻ അതായത് നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ അത് വായിക്കാൻ പറ്റുന്നു. തഥാ ഉസ്ക കേന്ദ്രീയ ഭാവ സമझने का प्रयत्न किया जाता है. അപ്പോൾ ഇതിനകത്ത് ഗഹൻ വാചനിൽ അതിൻ്റെ പാഠ്യവസ്തുവിൻ്റെ അടിത്തട്ടിലേക്ക് നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കുള്ള ആഴത്തിലുള്ള അറിവ് കുട്ടിക്ക് കിട്ടുന്നുവെങ്കിൽ ഇതിനകത്ത് കേന്ദ്രീയ ഭാവം മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സമാചാർ പത്രപത്രികയും തഥാ മനോരഞ്ജൻ സാമഗ്രിക്ക് അധ്യയൻ മേ ദ്രുതവാചൻ കാ ബഡാ മഹത്വ ഹോത്ത ഹൈ. അപ്പോൾ ഇത് കൂടുതലായിട്ട് സമാചാർ പത്രപത്രിക. അപ്പോൾ പാഠപുസ്തകം പഠിക്കുമ്പോൾ എപ്പോഴും ഗഹൻ വാചനാണ് നല്ലത്. അല്ലാതെ കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും വായിക്കാൻ വേണ്ടി കഹാനിയോ കവിതയോ എന്തെങ്കിലും
അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകങ്ങളോ ചെറിയ പുസ്തകങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിന് ദ്രുതവാചനാണ് കൂടുതൽ നല്ലത്. പത്രങ്ങളൊക്കെ വായിക്കും. ഇനി വാചൻ ശിक्षण की विधियां. വാചൻ ശിक्षण की विधियां ഒന്ന് വർണ്ണബോധ വിധി, अल्फाबेटिक मेथड എന്നാണ് പറയുന്നത്. इस विधि के अनुसार सबसे पहले बालकों को वर्णमाला के वर्णों का ज्ञान कराया जाता है. पहले स्वरों के बाद व्यंजनों का ज्ञान कराया जाता है. जब बालक वर्णों का भलीभांति ज्ञान प्राप्त कर लेते हैं उन्हें शब्द बनाए सिखाया जाता है. അതായത് നമ്മൾ പണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന രീതി തന്നെയാണ്. ആദ്യം കുട്ടികളെ സ്വരാക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു, പിന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് വാക്കുകളിലേക്ക് എത്തിക്കുന്നു. അതാണ് വർണ്ണബോധ विधि. नेक्स्ट ध्वनि साम्य विधि, फोनेटिक मेथड. इस विधि में समान ध्वनि से उच्चरित शब्दों को एक साथ सिखाया जाता है. അപ്പോൾ ശരി ഒരേ ധ്വനിയുള്ള ഉച്ചരിത ശബ്ദങ്ങളെ ഒന്നിച്ച് പഠിപ്പിക്കുന്നു. ഈ തുകാന്ത ശബ്ദമൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് നമ്മൾ കുട്ടികൾക്ക് വർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് പെടുന്നു. അതായത് രാം, കാം, നാം അങ്ങനെ ഒരേ ധ്വനിയുള്ള ശബ്ദങ്ങളെ നമ്മൾ ഒരുമിച്ച് പഠിപ്പിക്കുന്നു. അതാണ് ധ്വനി സാമ്യ വിധി. नेक्स्ट देखो और कहो विधि. देखो और कहो विधि का दूसरा नाम है शब्द विधि. इस विधि में शब्द से संबंधित वस्तु या चित्र दिखाकर पहले शब्द का ज्ञान कराया जाता है. അതായത് നമ്മൾ ആ ചിത്രങ്ങൾ കണ്ട് കുട്ടികളെ കൊണ്ട് അതിൻ്റെ ശബ്ദങ്ങളെ കൊടുത്ത് വായിപ്പിക്കാനുള്ള പ്രേരണ കൊടുക്കും. वाक्यविधि. वाक्यविधि सेंटेंस मेथड है. यह एक मनोवैज्ञानिक विधि है. इस विधि में पहले बच्चों के सम्मुख वाक्य प्रस्तुत किया जाता है. बालकों को पहले वाक्य का अभ्यास कराया जाता है, फिर शब्द तथा बाद में वर्ण का. അപ്പം നേരെ തിരിച്ചാണ്. വാക്യവിധി എന്ന് പറയുന്നത് വർണ്ണബോധ വിധിയുടെ നമ്മുടെ നേരെ തിരിച്ചാണ്. ആദ്യം കുട്ടികളെ സെൻറ്റൻസ് ആണ് പഠിപ്പിക്കുന്നത്. സെൻറ്റൻസ് പഠിപ്പിച്ചിട്ട് ശബ്ദം പഠിപ്പിക്കുന്നു. സെൻറ്റൻസ് ആദ്യം വാദം മനസ്സിലാക്കി കൊടുത്തിട്ട് ശബ്ദത്തിലേക്ക് ചെന്നിട്ട് പിന്നെ വർണ്ണത്തിലേക്ക് ചെല്ലുന്നു. അപ്പോൾ വാക്യവിധി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നെക്സ്റ്റ് കഹാനി വിധി. കഹാനി വിധി ആ പേര് തന്നെ പറയുന്നത് തന്നെയാണ്. ചെറിയ ചെറിയ വാക്യങ്ങളൊക്കെ छोटे छोटे वाक्यों की एक कहानी चार्ट व चित्रों के माध्यम से बच्चों के सामने प्रस्तुत की जाती है. शिक्षक उन्हें पढ़ाता है, फिर छात्र उसका वाचन करते हैं. അപ്പോൾ കഹാനികളിലൂടെ ചെറിയ ചെറിയ വാക്യങ്ങളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. നെക്സ്റ്റ് അനുകരൺ വിധി. അത് തന്നെയാണ്, കുട്ടികളെ അനുകരിച്ച് അത് കണ്ട് അധ്യാപകൻ കാണിക്കുന്നത് കണ്ട് അനുകരിച്ച് പഠിക്കുന്നു. നെക്സ്റ്റ് സാഹചര്യ യാ സമ്പർക്ക വിധി. इस विधि का प्रतिपादन मोरिया मोंटेसोरी ने किया था. बालकों के परिचित चित्र एक कमरे में टांग दिए जाती है. इन चित्रों में शब्द व वर्णों भी लिखे जाते हैं. അതായത് മരിയ മോണ്ടിസോറി പദ്ധതിയൊക്കെ ഇല്ലേ, ആ അധ്യാപികയാണ് സാഹചര്യ സമ്പർക്ക വിധിയുടെ ഉപജ്ഞാതാവ്. അതായത് ബാലകൾക്ക് പരിചിത ചിത്ര ഏക കമരമേ, അവർക്ക് പരിചയമുള്ള ചിത്രങ്ങൾ ഒരു മുറിയിൽ തൂക്കി അതിലൂടെ ശബ്ദങ്ങളും വർണ്ണങ്ങളും ഒക്കെ ഉണ്ടാക്കി അവർ വായിക്കാൻ പഠിപ്പിക്കുന്നത്. നെക്സ്റ്റ് വാചൻ അഭ്യാസ്. അത് വാചൻ ചെയ്ത് വീണ്ടും വീണ്ടും അതിൻ്റെ വാചൻ ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള വിധിയാണ് വാചൻ അഭ്യാസ്. ഇനി ലാസ്റ്റ് വൺ ലേഖൻ കൗശൽ. അപ്പം നാലാമത്തെ ചരമാട്ടോ നമ്മുടെ കൗശൽ, ഭാഷായി കൗശലിൻ്റെ നാലാമത്തെ ചരമാണ് ലേഖൻ കൗശൽ. जब हम अपने विचारे भावों को लिखकर अभिव्यक्त करने हैं तो उसे लेखन कौशल या लिखित अभिव्यक्ति कहते हैं. അപ്പം നമ്മൾ എഴുതുന്നത്, നമ്മുടെ വിചാരങ്ങളൊക്കെ നമ്മൾ എഴുതി അഭിവ്യക്തി ചെയ്യുന്നതിനാണ് നമ്മൾ ലേഖൻ കൗശൽ എന്ന് പറയുന്നത്. ലേഖൻ ശിക്ഷण की विधियां. രൂപരേഖ അനുകരൺ വിധി, മോണ്ടിസോറി വിധി, ജോക്കാട്ടാർ പ്രणाली, പേസ്റ്റാലാജി की രചനാത്മക പ്രणाली, ചിത്രവിധി, മനോവൈജ്ഞാനിക് വിധി. ഇതെല്ലാമാണ് ലേഖൻ ശിക്ഷण की विधियां. അപ്പോൾ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നോട്ട് നമുക്ക് പിന്നെ ഇടാം കേട്ടോ. ഇത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പറയുവാണെങ്കിൽ അത് ഇടാം, അല്ലെങ്കിൽ പേര് മാത്രം മതി. സാധാരണ പേരാണ് ചോദിക്കുള്ളൂ. ചിലപ്പോൾ എങ്ങാനും ഉള്ളിൽ നിന്ന് ചോദിച്ചാൽ ഇതെന്താണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ നോട്ട് വിശദമായിട്ട് ഇടാം. ഒരു വലിയ ക്ലാസ്സായി പോയി, അതുകൊണ്ടാണ് ചുരുക്കി എഴുതുന്നത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ ഭാഷായി കൗശലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പരീക്ഷകളിൽ നമുക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. നമ്മൾ വായിക്കുക, എഴുതുക, അല്ലെങ്കിൽ പറയുക, കേൾക്കുക, പറയുക, വായിക്കുക, എഴുതുക, അതൊക്കെ എങ്ങനെ നമുക്ക് വികസിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മളൊന്ന് നോർമലായിട്ട് ചിന്തിച്ചാൽ കിട്ടാവുന്നതാണ്. കൂടുതലും ഇതിൽ നിന്ന് വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉത്തരം നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കാതെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരം കൂടി നോക്കാം കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം ചിലപ്പോൾ നമുക്ക് സാമ്യമുള്ളത് പലതും കാണും. നന്നായിട്ട് ഉത്തരം
കൂടി നോക്കിയിട്ട് ഓപ്ഷൻസ്, ഉത്തരം എന്ന് വെച്ചാൽ ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭാഷായി दक्षताएं बढ़ाना किस उद्देश्य के अंतर्गत आता है? ഭാഷായി ദക്ഷതായെ. അപ്പോൾ കൗശൽ എന്നതിന് പകരം ദക്ഷതായെ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഭാഷായി ദക്ഷതായെയും बढ़ाना किस उद्देश्य के अंतर्गत आता है? അതിന് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് നൈതിക് ഉദ്ദേശ്യ, സാംസ്കൃതിക് ഉദ്ദേശ്യ, കൗശലാത്മക ഉദ്ദേശ്യ, സൈദ്ധാന്തിക് ഉദ്ദേശ്യ. എന്തായിരിക്കാം ആൻസർ വരുന്നത്? ഭാഷായി ദക്ഷതായെയും बढ़ाना എന്ത് ഉദ്ദേശമാണ്? കൗശലാത്മക് ഉദ്ദേശം. അതാണ് നമ്മൾ ഭാഷായി കൗശലാണ് നമ്മൾ പഠിച്ചത്. കൗശലം നമ്മുടെ സ്കിൽസൊക്കെ വികസിപ്പിക്കുന്നതിനുള്ള ഉദ്ദേശമാണ്. നെക്സ്റ്റ്, वाचन कौशल के अंतर्गत आने वाला घटक कौन सा है? अभिव्यक्ति और आंकलन, निदान और निष्पत्ति परीक्षा, चर्चा और वाद विवाद, सस्वर्वाचन और मौनवाचन. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടും എന്താണ് വാചൻ കൗശൽ के अंतर्गत सस्वर्वाचन और मौनवाचन. अर्थ ग्रहण के उद्देश्य के लिए उचित उदाहरण चुनिए. അർത്ഥഗ്രഹൺ ഒന്നാമത്തെ ഓപ്ഷൻ സുനന. സന്ന എന്നല്ല, അവിടെ സ്കാൻ ചെയ്തപ്പോൾ ഒരു ചെറിയ ഇത് വന്നാണ്. സന്നയല്ല, സുനന, ബോൽന, ലിഖ്ന, ആലാപ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിൽ വരുന്നതാണ്. നമ്മൾ കേട്ട് അത് മനസ്സിലാക്കുന്നതിന്, വെറുതെ കേൾക്കുന്നതിനെ അല്ല നമ്മൾ സുനന അല്ലെങ്കിൽ ശ്രവൺ കൗശൽ എന്ന് ഉദ്ദേശിക്കുന്നത്. കേട്ട് അത് മനസ്സിലാക്കുക, അർത്ഥഗ്രഹണം ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ ഉത്തരം എന്തായിരിക്കാം? സുനന ആണ്. आदर्श लिखावट का अनुकरण करते लिखने को क्या कहते हैं? ആദർശ ലിഖാവട്ട് का अनुकरण करके लिखना. ആദർശമായി, ഇപ്പോൾ ആദർശമായിട്ട് ചിലപ്പോൾ അധ്യാപകനായിരിക്കും ക്ലാസ്സിൽ എഴുതുന്നത്. അത് നോക്കി അങ്ങനെ തന്നെ അനുകരിക്കുന്നതിന് പറയുന്ന പേരെന്ത്? പ്രതിലേഖ, അനുലേഖ, സുലേഖ, ശ്രുതിലേഖ. പിന്നെ ശ്രുതിലേഖ നമ്മൾ പഠിച്ചത്. ശ്രുതിലേഖ എന്താ? ഡിക്റ്റേഷൻ. അത് നമ്മൾ ഒരിക്കലും നോക്കി എഴുതുകയല്ല. ടീച്ചർ അല്ലെങ്കിൽ അധ്യാപകൻ ക്ലാസ്സിൽ പറയുന്നത് കേട്ടാണ് എഴുതുന്നത് ശ്രുതിലേഖ. അപ്പം ഇതിൻ്റെ ഉത്തരം എന്താണ്? അനുലേഖാണ്. അപ്പം അനുലേഖ എന്ന് പറഞ്ഞാൽ ആദർശ ലിഖാവട്ടിൻ്റെ അനുകരണം ചെയ്യുന്നതിന്, അത് അങ്ങനെ തന്നെ അനുകരിക്കുന്നതിനെയാണ് നമ്മൾ അനുലേഖ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മൗനവാചൻ കാ ഗുണ ചുനിയെ. മൗനവാചൻ കാ ഗുണ ചുനിയെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. മൗനവാചൻ കാ ഗുണ ചുനിയെ. उच्चारण संबंधी त्रुटियों का निवारण. पहला वन उच्चारण संबंधी त्रुटियों का निवारण. सेकंड, उतार चढ़ाव के अनुसार वाचन, तीव्र गति से वाचन एवं एकाग्रता बढ़ाना, सामूहिक वाचन की निपुणता बढ़ाना. പറഞ്ഞില്ലേ, നമ്മുടെ ശരിക്കും കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയാണ്. വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് ആ ഓപ്ഷൻ നോക്കിയാൽ പെട്ടെന്ന് കിട്ടാവുന്നുള്ളൂ. മൗനവാചനിൽ ഉച്ചാരണ സംബന്ധി ത്രുടിയോ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കുട്ടി മൗനവാചൻ ചെയ്യുമ്പോൾ അത് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഉദാർ ചടാവ്, അതായത് ശബ്ദം ഒന്നും കേൾക്കാൻ പാടില്ല മൗനവാചനിൽ. പിന്നെ ഇങ്ങനെ ഉദാർ ചടാവ് ഒന്നും വരില്ല. പിന്നെ തീവ്രഗതിസെ വാചനേവം ഏകാഗ്രത പഠാന. അത് ഏകദേശം ഉത്തരമായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് ലാസ്റ്റും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ അതിനകത്ത് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സാമൂഹിക വാചനയ്ക്ക് നിപുണത പഠാന. അപ്പോൾ മൗനവാചനം ഒരിക്കലും നമുക്ക് സാമൂഹിക വാചനമായിട്ട് ചെയ്യാൻ പറ്റില്ല. സസ്വർവാചൻ ഒച്ചത്തിൽ വായിക്കുമ്പോഴാണ് എല്ലാവരും കൂടി വായിക്കാൻ പറ്റുള്ളൂ. മൗനവാചൻ തനിയെ ഓരോരുത്തരും ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? തീവ്രഗതിസെ വാചനേവം ഏകാഗ്രത പഠാന. അപ്പം ഇതുപോലെ വളരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ കാര്യങ്ങൾ. പക്ഷെ ഒന്ന് കൺഫ്യൂസ് ചെയ്യുന്ന ഉത്തരങ്ങളായിരിക്കാം കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, हिंदी श्रवण कौशल बढ़ाने के लिए सहायक उचित कार्य. श्रवण कौशल बढ़ाने के लिए ऑप्शंस നോക്കുക. पाठ योजना तैयार करना, लिखित परीक्षा चलाना, परियोजना देना, ശ്രവ്യ ശൈക്ഷിക് സാമഗ്രി का अभ्यास. പാഠയോജനയിലൂടെ എങ്ങനെയാണ് ശ്രവൺ കൗശൽ വികസിക്കുന്നത്. നെക്സ്റ്റ്, ലിഖിത പരീക്ഷ, എഴുത്ത് പരീക്ഷ എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് നമുക്ക് നടത്താം എഴുത്ത് പരീക്ഷ. അപ്പം അതിലൂടെ ശ്രവൺ കൗശൽ വികസിക്കാൻ പറ്റുമോ. പരിയോജനയിലൂടെ നടക്കും. നെക്സ്റ്റ്, ശ്രവ്യ ശൈക്ഷിക് സാമഗ്രി. അപ്പം നമ്മൾ പറഞ്ഞ ദൃശ്യശ്രവ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ആയിരിക്കാം ഇതിൻ്റെ വർദ്ധിക്കുന്നത്. ഹിന്ദി ശ്രവൺ കൗശൽ बढ़ाना. അപ്പോൾ ഉത്തരം ഏതാണ്? ശ്രവ്യ ശൈക്ഷിക് സാമഗ്രി का अभ्यास. इनमें भाषा के दो रूप क्या है?
നമ്മൾ തുടങ്ങിയപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ എന്ന് നോക്കുക. മൂർത്ത ഔർ അമൂർത്ത്, ആഗമൻ ഔർ നിഗമൻ, വിശ്ലേഷൺ ഔർ സംശ്ലേഷൺ, മൗഖിക് ഔർ ലിഖിത്. ഇതൊരു കേട്ടറ്റിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കാം ഉത്തരം? മൗഖിക് ഔർ ലിഖിത്. നെക്സ്റ്റ്, पाठ्यपुस्तक का सूक्ष्म वाचन किस प्रकार का है? അപ്പോൾ സൂക്ഷ്മവാചൻ, പാഠ്യപുസ്തകത്തിൻ്റെ സൂക്ഷ്മവാചൻ എങ്ങനെയായിരിക്കണം? ദ്രുതവാചൻ, സാമൂഹിക് വാചൻ, അനുകരൺ വാചൻ, ഗഹൻ വാചൻ. ദ്രുതവാചനാണോ, സാമൂഹിക് വാചനാണോ, അനുകരൺ വാചനാണോ, ഗഹൻ വാചൻ? ദ്രുതവാചൻ നമ്മൾ പാഠ്യപുസ്തകത്തിലാണോ ചെയ്യുന്നത് എന്നത് നോക്കുക. നെക്സ്റ്റ് സാമൂഹിക് വാചൻ. ദ്രുതവാചൻ നമ്മൾ മറ്റേ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോഴാണ് ചെയ്യുന്നത്. സാമൂഹിക വാചൻ, ഗഹൻ വാചന്, സൂക്ഷ്മവാചന് നടക്കില്ല. അനുകരൺ വാചൻ. അപ്പോൾ ഏതാണ് ഉത്തരം? ഗഹൻ വാചനാണ് നടക്കുന്നത്. അപ്പോൾ പാഠ്യപുസ്തകം നമ്മൾ ആദ്യം വാചൻ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് ഗഹൻ വാചനിലൂടെയാണ് പാഠ്യപുസ്തകം നോക്കേണ്ടത് എന്ന്. ओके, അടുത്തത് अन्य भाषा के उच्चारण की त्रुटियों का प्रमुख कारण क्या है? पाठ्य पुस्तकों का अभाव, शिक्षकों का अभाव, मातृभाषा का प्रभाव, पाठ्य सहगामी क्रियाओं का प्रभाव. അപ്പോൾ അന്യഭാഷയുടെ ഉച്ചാരണത്തിൽ നമുക്ക് പ്രമുഖമായ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ മാതൃഭാഷാക്ക പ്രഭാവ്. അപ്പം നമ്മൾ മാതൃഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഉച്ചാരണവും വേറെ ഭാഷയിലെ ഉച്ചാരണവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അതാണ് പ്രധാന ത്രുടി. अर्थ ग्रहण की जांच के लिए कौन सा कार्य उचित है? अर्थ ग्रहण की जांच के लिए, അപ്പോൾ അർത്ഥഗ്രഹण की जांच के लिए किसी विषय पर भाषण देना, शिष्य की अपनी प्रस्तुति, प्रश्न पूछना, ശബ്ദകോശ का सहारा लेना. ഇതൊക്കെ നമുക്ക് വെറുതെ വായിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് അല്ലേ? ഒരു കുട്ടിയെ അർത്ഥഗ്രഹണം ചെയ്തു, അവനത് കാര്യം മനസ്സിലായോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ആ കുട്ടിയെ കുറിച്ച് കിസി വിഷയപ്പർ ഭാഷ അതിനെക്കുറിച്ച് പ്രസംഗിച്ചാലോ, അല്ലെങ്കിൽ ശിക്ഷക് അധ്യാപകൻ സ്വയം അത് പ്രസ്തുതി ചെയ്താലോ, അല്ലെങ്കിൽ ശബ്ദകോശത്തിൻ്റെ സഹായം കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? കുട്ടിയോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് ആ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച പാഠഭാഗം മനസ്സിലായോ എന്നറിയാൻ നമുക്ക് ആ കുട്ടിയോട് 1-2 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കുട്ടി ഉത്തരം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറഞ്ഞത് അവൻ മനസ്സിലായി എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ്? പ്രശ്ന പൂച്ചനം. शिक्षक द्वारा उच्चरित लेख छात्र द्वारा सुनकर लिखने को क्या कहते हैं? അപ്പം അനുലേഖ്, പ്രതിലേഖ്, സുലേഖ്, ശ്രുതിലേഖ്. അത് പെട്ടെന്ന് തന്നെ ഉത്തരം പറയണം. കാരണം ശിക്ഷക് ധാര ഉച്ചരിത ശബ്ദ, ഛാത്രധാര സുൻകർ ലിഖന. അപ്പം കേട്ട് എഴുതുക, അതിന് പറയുന്നത് ഡിറ്റേഷനാണ് ശ്രുതിലേഖ്. നെക്സ്റ്റ്, अध्यापक द्वारा आदर्श वाचन के बाद कौन सा सोपान उचित है? അപ്പം നമ്മളെ ക്ലാസ്സിൽ ആദ്യം ചെയ്യേണ്ടത് വാചൻ തുടങ്ങുമ്പോൾ ആദർശ വാചൻ തീർച്ചയായും വേണം. ആദർശ വാചൻ എന്ന് വെച്ചാൽ അധ്യാപകൻ നടത്തുന്ന വാചനാണ് ആദർശ വാചൻ എന്ന് പറയുന്നത്. അതിനുശേഷം കുട്ടികൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ അനുകരൺ വാചൻ എന്നാണ് പറയുന്നത്. അപ്പം ആദർശ വാചൻ എന്ന് പറയുന്നത് അധ്യാപകൻ നടത്തുന്നതും അതിനുശേഷം കുട്ടിയെ കൊണ്ട് വായിപ്പിക്കുന്നതിന് നമ്മൾ അനുകരൺ വാചൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും അതിൻ്റെ ഉത്തരം? നമുക്ക് ഓപ്ഷൻ കൂടി ഒന്ന് വേണമെങ്കിൽ നോക്കാം. അനുകരൺ വാചൻ, ഉദ്ദേശ കഥൻ, പ്രസ്താവന, അനുവർത്തി കാര്യം. അപ്പോൾ അത് സ്റ്റെപ്പാണ്, വാചൻ്റെ സ്റ്റെപ്പാണ്. ക്ലാസ്സിൽ ആദർശ വാചൻ അധ്യാപകൻ നടത്തി കഴിഞ്ഞിട്ട് കുട്ടിയെ കൊണ്ട് അനുകരൺ വാചൻ ചെയ്യിപ്പിക്കണം. എന്നിട്ടാണ് മറ്റുള്ള ക്ലാസ് ആക്ടിവിറ്റിയിലേക്ക് പോകാൻ പാടുള്ളൂ. ഉത്തരം അനുകരൺ വാചൻ. നെക്സ്റ്റ്, भाषाई कौशलों से संबंधित विकल्प चुनिए. हिंदी समाचार सुनना, हिंदी पुस्तकों का चयन करना, हिंदी सुनना, बोलना, पढ़ना एवं लिखना, हिंदी फिल्में दिखना. അപ്പോൾ ഭാഷായി കൗശൽ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു സുനന, ബോൽന, പഠന ഏവം ലിഖനയാണ്. അപ്പോൾ ഈ 4 ഇതുമാണ് ഭാഷായി കൗശൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരിക്കാം? ഹിന്ദി സുന്ന, ബോൽന, പഠന ഏവം ലിഖന. ഭാഷാ ശിക്ഷൺ കാ ചരം സോപാനാണ് ചോദിക്കുന്നത്. നമ്മൾ ആദ്യം പ്രഥം സോപാൻ പഠിച്ചു. ചരം സോപാൻ ഏതായിരിക്കാം? ശ്രവൺ, ലേഖൻ, ഭാഷൺ, വാചൻ. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, ഏതാണ് ഏറ്റവും അവസാനത്തെ? ഏതാണ്? എഴുതുക. ആദ്യം കേൾക്കുക, പറയുക, വായിക്കുക, എഴുതുക. അപ്പോൾ ലാസ്റ്റത്തെ ഏതാണ്? ലേഖനാണ്.
निम्नलिखित में भाषाई कौशल नहीं है. ഭാഷായി കൗശൽ അല്ലാത്ത ഏതാണ്? ശ്രവൺ, ഭാഷൺ, അഭിനയ, ലേഖൻ. അപ്പം ഏതാണ്? അഭിനയാണ് ഭാഷായി കൗശൽ അല്ലാത്തത്. निम्नलिखित में से कौन सी वाचन शिक्षण विधि नहीं है? वाचन शिक्षण विधि അല്ലാത്തത്. വ്യാഖ്യാ വിധി, വർണ്ണബോധ വിധി, വാക്യവിധി. വർണ്ണബോധം 2 തവണ വന്നിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് അല്ലാത്തത്? വ്യാഖ്യാവിധി, വാചൻ ശിഷ്യന്റെ വിധി അല്ല. നെക്സ്റ്റ്, श्रवण कौशल से तात्पर्य है. श्रवण कौशल से तात्पर्य लेखन की क्षमता, भाषण की क्षमता, सुनने की निपुणता, सृजनात्मक की क्षमता. നമുക്ക് ശ്രവൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ എന്തായിരിക്കും? सुनने की निपुणता. नेक्स्ट, वाचन की प्रक्रिया में मुख्य रूप से किसको सुनिश्चित करना चाहिए? वाचन की प्रक्रिया में मुख्य रूप में. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കി. ഹാവ് ഭാവുക്കോ, ഉദാർ ചടാവുക്കോ, സ്വരാഘാത് ബലാഘാത്ക്കോ, അർത്ഥക്രിയകൾക്കോ, ഇതെല്ലാം നമ്മൾ വാചനിൽ വേണ്ടതാണ്. അപ്പോൾ എല്ലാം അതിൻ്റെ ഉത്തരമായിട്ട് വരും. അപ്പോൾ ഉപയുക്ത സബി എന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം, പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. ഹാവ് ഭാവ്, ഉദാർ ചടാവ്, സ്വരാഘാത്, ബലാഘാത്, അർത്ഥഗ്രഹം, ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ച് നമ്മൾ അതിനകത്ത് ഉത്തരം എഴുതണം. അപ്പോൾ വാചനയ്ക്ക് പ്രക്രിയ ഹാവ് ഭാവ് വേണം, ഉദാർ ചടാവ് വേണം, സ്വരാഘാത്, ബലാഘാതൊക്കെ വേണം. അതിനേക്കാളും വലിയ ഇമ്പോർട്ടൻ്റ് ആ കുട്ടി വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി അത് മനസ്സിലാക്കണം. അർത്ഥഗ്രഹൺ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വായിക്കുകയാണ് ഇതിൻ്റെ എല്ലാത്തിനേക്കാളും മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം അർത്ഥഗ്രഹണമാണ്. അപ്പം ഇതെല്ലാം ശരിക്കും വാചന് വേണ്ടതാണ്, പക്ഷെ അതിനകത്ത് ഏറ്റവും വേണ്ടത് അർത്ഥഗ്രഹണമാണ്. लास्ट നെക്സ്റ്റ്, ഭാഷ सीखने की पहली सीढ़ी इनमें कौन सी है? അപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം തന്നെയാണ്. വീണ്ടും പെഹലി सीढ़ी, ആദ്യത്തെ സ്റ്റെപ്പ് ഭാഷയ്ക്ക് രചനായം പഠന, വായിക്കുക എന്നർത്ഥത്തിൽ. ഭാഷാമേ രചന കർണ, എഴുതുക. ഭാഷാ ശിക്ഷൺ വിധിയും കോ സമജ്ന, ഭാഷാ ശിക്ഷൺ വിധിയെല്ലാം മനസ്സിലാക്കുക. ഭാഷാമേ വാർത്താലാപ കർണ. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഭാഷാമേ വാർത്താലാപ കർണ. ശരിക്കും സുനന ഉണ്ടെങ്കിൽ അതാണ് ശരിക്കും ഭാഷാ സീനയ്ക്ക് പെഹല CD. നമ്മൾ ആദ്യം പറഞ്ഞു സുനന ബോൽന എന്നാണ് വരുന്നത്, പക്ഷെ ഇവിടെ സുനന എന്നൊരു വിധി ഇല്ല, അല്ലെങ്കിൽ കേൾക്കുക എന്നത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഭാഷാമേ വാർത്താലാപ കർണ തിരഞ്ഞെടുക്കാം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ അത് തന്നെ ഓപ്ഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കരുത്. അതിനകത്ത് ഏതാണ് ഓപ്ഷനിൽ ഏതാണ് ഉചിതമായിട്ടുള്ളത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ്, ഇൻമേം ബേമേൽ ശബ്ദ കോൺസ. അപ്പോൾ ചേരാത്ത വാക്ക് ഏതാണ് ചോദിക്കുന്നത്? വാചൻ, ലേഖൻ, ശ്രവൺ, ചിത്ര. ബാക്കിയെല്ലാം കൗശലാണ്, ചേരാത്ത ചിത്രമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഭാഷായി കൗശലുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനി അടുത്തത്, അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളുടെ ഹിന്ദി പ്രിസൻ ചാനലിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള PSC പരീക്ഷകൾ, അതായത് ഹിന്ദി ബേസ് ചെയ്തുള്ള PSC പരീക്ഷകൾക്കും കേട്ടറ്റ്, സെറ്റ്, നെറ്റ് പോലെയുള്ള യോഗ്യതാ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ എടുത്തു തരണം. അപ്പോൾ ഹിന്ദി പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ്സാണിത്. അപ്പോൾ എക്സാമിന് മുമ്പ് തുടർന്നും ക്ലാസ്സുകൾ ഇടാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു. ധന്യവാദ്.